സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് പ്രസവം. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ അഖിൽ മാരാർ. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അഖിൽ മാരാർ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിന് മുകളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്രമിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ. ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. എന്താ സംഭവം പറ കേക്കട്ടെ. പക്ഷെ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ നമ്പർ അയച്ചു തരാം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, നിങ്ങൾ എന്നോട് സംസാരിക്കൂ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി 2, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മറുപടി പറയാൻ ഞാൻ വരില്ല. പകരം നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയയ്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. എനിക്കെതിരെ ഒരു ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നു. സ്വാഭാവികം. നോക്കൂ, ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ ആഘോഷിക്കുന്ന കാര്യം പോലും ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ അവിടെ പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്കും അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യക്കുറവാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. നല്ല കട്ടിയാണല്ലേ. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. ഒരു മനുഷ്യന് മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്, പിതൃത്വത്തിനൊരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല പിതാവായ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയണം. ഒരു നല്ല മാതാവായ നിമിഷങ്ങളെ ആസ്വദിക്കാൻ കഴിയണം. താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആനന്ദം, അല്ലെങ്കിൽ ആ നിമിഷത്തിന്റെ ആത്മനിർവൃതി, അത്രയും വേദന അവളെ സഹിക്കാനും ആ വേദന അവൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായി മാറുന്നത് താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആ ഒരു ആത്മനിർവൃതിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതാണ്. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ ചുറ്റുപാടുകൾ നൽകിയ മാനസിക സംഘർഷങ്ങളിലൂടെ ഗർഭകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവം എന്ന് പറയുന്നത് ഒരു ഭയപ്പാടിന്റെ കാലഘട്ടമാക്കി ഇവർ മാറ്റിയെടുക്കുകയാണ്. ഞാൻ ഈ ഒരു വിഷയത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. 1 മുതൽ 10 വരെ പ്രസവങ്ങൾ നടത്തിയിട്ടുള്ള സ്ത്രീകളാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ അമ്മമാരും ആ നിമിഷത്തിനെ കുറിച്ച് കൂടുതൽ സന്തോഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതേസമയം ഏതെങ്കിലും സ്ത്രീ, ഒരിക്കൽ പ്രസവിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ ഈ പ്രസവിക്കാൻ തനിക്ക് കാരണക്കാരനായ ക്രൂരനായ ഭർത്താവിന്റെ നിമിഷത്തെക്കുറിച്ചോ ക്രൂരനായ ഭർത്താവിന്റെ ചെയ്തികളെക്കുറിച്ചോ ശപിച്ചുകൊണ്ടാണോ പ്രസവിച്ചിട്ടുള്ളത്? അതോ അവൾക്ക് അങ്ങനെ ഒരു ഗർഭം നൽകിയ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടിയാണോ പ്രസവിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കാരണമാണ് താൻ ഈ വേദന അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ശപിച്ചുകൊണ്ടാണോ ഒരമ്മ പ്രസവിച്ചിട്ടുള്ളത്? അതോ തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അത്ര സന്തോഷത്തോടു കൂടി ആ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അവൾ കടക്കുകയാണോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്താണ് എന്നെ തിരുത്തുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു നാടിന്റെ നന്മയെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത് ഒരാളെ പരിഹസിക്കുന്നത്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി പരിഹസിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ പരിഹസിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുറഞ്ഞ പക്ഷം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസം തുടർന്നോളൂ. ഇല്ലാതാക്കാൻ ശ്രമിച്ചോളൂ. പക്ഷെ സത്യം പറയുന്നതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. പല ഘട്ടങ്ങളിലായി എനിക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി, സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി, പലരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകാൻ പറ്റുന്ന കാലത്തോളവും ഞാൻ മുന്നോട്ട് പോകും. സത്യം സംസാരിക്കാൻ പറ്റുന്ന കാലത്തോളവും ഞാൻ സത്യം സംസാരിക്കും. അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും എന്നെ തടയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.